സന്ദർഭമാണ്. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും കാവുമ്പായുടെയും ഓഞ്ചിയത്തിന്റെയും തില്ലങ്കേരിയുടെയും മൊറാഴയുടെയും പേരിൽ ഉത്തര മലബാറിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഇന്നലകളോളം മദിരാശി സംസ്ഥാനത്ത് നിങ്ങളെ പിന്തുണച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു മുന്നണിയായി നിൽക്കാമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. അത് കേൾക്കാൻ ആരുണ്ടായില്ല. കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഒറ്റക്ക് മത്സരിച്ചാൽ മതി പറഞ്ഞു, ഏകകക്ഷി വരണം. മുസ്ലിം ലീഗ് പല പാർട്ടികളെയും മുന്നണിക്ക് വേണ്ടി സമീപിച്ചു. പക്ഷെ PSP ലീഗുമായി സഖ്യം ചെയ്തു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അച്യുത് പട്വറിന്റെയും ആചാര്യ കൃപലാനിയുടെയും അരങ്ങിൽ ശ്രീധരന്റെയും ഡോക്ടർ KB മേനോന്റെയും ഇന്ത്യയിലെ ശക്തരായ മഹാരഥന്മാരായ ദേശീയ നേതാക്കന്മാരുള്ള PSP ലീഗുമായി സഖ്യത്തിന് വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അത് അത്ഭുതമായിരുന്നു. എന്താണ് ബാഫക്കി തങ്ങളും CD സാഹിബും പറഞ്ഞത്? രണ്ട് പാർട്ടികൾ കൂടി ഒരു മുന്നണിയോ? നിങ്ങൾക്കറിയോ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് UPAയും LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പലജാതി മുന്നണിയുണ്ടല്ലോ. മുന്നണി രാഷ്ട്രീയം എന്താണ് എന്ന് ഇന്ത്യക്കറിയാത്ത കാലത്ത് ഒന്നിലേറെ പാർട്ടികൾ കൂടിയിട്ടൊരു ജനാധിപത്യ സഖ്യമുണ്ടാക്കി, മുന്നണി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിവുകളില്ലാത്ത കാലത്താണ് 1957 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ഐക്യമുണ്ടാക്കി മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കിയത്. അന്നത്തെ രസം എന്താ പറയുക, ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളിടത്ത് ഒരൊറ്റ PSPക്കാരല്ല, PSPക്ക് സ്വാധീനമുള്ളിടത്ത് ലീഗിനും വേണ്ടത്ര സ്വാധീനമില്ല. എന്നിട്ട് PSPയുടെ കൊടി കെട്ടുക മുസ്ലിം ലീഗുകാരാണ്. നമ്മൾ കൊടികെട്ട് മുദ്രാവാക്യം വിളിക്കും, ബാഫക്കി തങ്ങൾ സിന്ദാബാദ്, ഡോക്ടർ മേനോൻ സിന്ദാബാദ്. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഡോക്ടർ മേനോനെ, കഞ്ഞിപ്പുറാക്ക് ധരിച്ച കള്ളിത്തുണിയെടുത്ത കുപ്പായം പോലും ഇടാൻ കഴിയാത്ത മാപ്പിള മക്കൾ, ആ നമ്മുടെ പൂർവ്വപിതാക്കൾ PSPയുടെ കൊടി കെട്ടിയിട്ട് ഡോക്ടർ KB മേനോന് സിന്ദാബാദ് വിളിച്ചു. എന്താണ് ഒരു ജനാധിപത്യ ഐക്യം, ജനാധിപത്യ മുന്നേറ്റത്തിന്റെ 6.5 പതിറ്റാണ്ട് പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നണി രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ. ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും PSPയും മത്സരിച്ചു. 4-5 സീറ്റിൽ ലീഗ് എന്ത് ചെയ്തു? സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുത്തു. തലശ്ശേരിയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജസ്റ്റിസ് കൃഷ്ണയ്യർ, ആ ജസ്റ്റിസ് കൃഷ്ണയ്യർ തലശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. അന്നത്തെ തലശ്ശേരി ലീഗ് വിചാരിച്ചാലേ തലശ്ശേരിയിൽ ആള് ജയിക്കൂ. അന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായി സ്വതന്ത്രനായി മത്സരിച്ച ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ മുസ്ലിം ലീഗ് പാർട്ടി നിരുപാധിക പിന്തുണ കൊടുത്തു. ലീഗിന്റെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചു. ജോസഫ് മുണ്ടശ്ശേരി ജയിച്ചു. 5 സ്വതന്ത്രന്മാർ ജയിച്ചു. ഈ 5 സ്വതന്ത്രന്മാരാണ് മന്ത്രിമാരാക്കി EMS. 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി EMS ഗവൺമെന്റ് കേരളത്തിൽ ഭരണം തുടങ്ങി. ഇവിടെ അടുത്ത് കൃഷ്ണയ്യർ പറഞ്ഞല്ലോ, ഈ 96-ാമത്തെ വയസ്സിൽ ചത്ത കുതിരയായ മുസ്ലിം ലീഗിന് ഊർജം പകരാണെന്ന്. 1957 ഈ ലീഗ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട കൃഷ്ണയ്യർ അങ്ങ് ഈ രാജ്യത്തിന്റെ പൊതുരംഗത്ത് പോലും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങേക്ക് ഈ രാജ്യത്തിന്റെ പൊതുരംഗത്തിന്റെ നെറുകയിലേക്ക് കോണിപ്പടി വെച്ച് തന്നത് ഈ പച്ചക്കൊടിയാണ്, മറക്കാൻ പാടില്ല. ആ കൃഷ്ണയ്യരും തുടങ്ങിയപ്പോ ലീഗ് എന്താ വഴി കെട്ടിയൊരു ചെണ്ടമാരി പോണം എന്നറിഞ്ഞ് പോവാം. നമ്മൾ കാണിച്ചു തരാം. അപ്പൊ കൃഷ്ണയ്യർ അടക്കമുള്ള ഈ 5 സ്വതന്ത്രന്മാരെ മന്ത്രിമാരാക്കി. കമ്മ്യൂണിസ്റ്റുകാരന്റെ സെൽ ഭരണം തുടങ്ങി. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. തോക്കിനും ലാത്തിക്കും ഉത്സവം എന്നാണ് ചെറിയാൻ ഫിലിപ്പ് തന്റെ 4 നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിനെ കുറിച്ച് എഴുതിയത്. തോക്കിനും ലാത്തിക്കും ഉത്സവമായിരുന്നു. ജയിലുകൾ മുഴുവൻ രാജ്യത്തിലെ നീതിക്ക് വേണ്ടി സമരം നടന്നവരെ കൊണ്ട് നിറഞ്ഞിട്ട് കോളേജ് സ്കൂളൊക്കെ ജയിലാക്കി EMS. അങ്ങനെ ജയിൽ തേങ്ങണില്ല. മഞ്ചേരി സബ് ജയിലാണെന്ന് അറിഞ്ഞപ്പോൾ എന്തായിട്ട് ബോയ്സ് ഹൈസ്കൂളിൽ കൊണ്ടായിട്ട് എടുത്തിട്ട് കുച്ചിട്ട് തന്നെ. ഇങ്ങനെ ചെറിയ തുറയിൽ ഫ്ലോറി എന്ന് പറഞ്ഞ ഗർഭിണിയെ വെടിവെച്ച് കൊന്നു. അങ്കമാലിയിൽ ഒരുപാട് ആളുകളെ കൊന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും പോലീസ് രാജുമായി ഈ ഗവൺമെന്റിന് അധികാരത്തിൽ ഇറക്കേണ്ടത് നാടിന്റെ ബാധ്യതയായപ്പോ വിമോചന സമരം തുടങ്ങി. മന്നത്ത് പത്മനാഭനും R ശങ്കറും ഒക്കെ അടങ്ങുന്ന അന്നത്തെ എല്ലാ ദേശീയ നേതാക്കന്മാരും ആ സമരത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. വിമോചന സമരം കൊടുമ്പിൽ കൊണ്ടു കേരളത്തിൽ. വിമോചന സമരത്തിൽ മുസ്ലിം ലീഗും പങ്കെടുത്തു. മന്നം പട്ടും ബാഫക്കി തങ്ങൾ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം R ശങ്കറും മന്നത്ത് പത്മനാഭനും PT ചാക്കോയും ബാഫക്കി തങ്ങളും CH ഉം CD സാഹിബും അടങ്ങുന്ന കേരളത്തിലെ ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് സമരം നടത്തിയപ്പോ EMSന്റെ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 60-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും PSPയുമായി ഉണ്ടാക്കിയ മുന്നണിയിലേക്ക് കോൺഗ്രസും കൂടി വന്നു. ഇങ്ങോട്ട് വന്നാണ് മുസ്ലിം ലീഗും PSP ഉണ്ടാക്കിയ സഖ്യത്തിലേക്ക് കോൺഗ്രസ് വന്നപ്പോൾ കോലീപി സഖ്യമായി. കോൺഗ്രസ് ലീഗ് PSP. അന്നത്തെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഒരുമിച്ച് മത്സരിക്കും, ഒരുമിച്ച് ജയിക്കും, ഒരുമിച്ച് ഭരിക്കും. ഒരുമിച്ച് മത്സരിച്ചു, ഒരുമിച്ച് ജയിച്ചു. ഭരിക്കാൻ നേരത്തെ കോൺഗ്രസ്സുകാർ അയ്യോ വരുന്നത് മുസ്ലിം ലീഗ് അല്ലേ,
ലീഗിനെ ഗവൺമെന്റിൽ എടുക്കാൻ പറ്റില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ചരിത്രമാണ്. മുസ്ലിം ലീഗിനെ കൊടിലുകൊണ്ട് പോലും തൊടാൻ പറ്റൂല. പെരുങ്കൊല്ലന്റെ ആല ഇരുമ്പ് പൊഴുക്കുമ്പോൾ കൊടിലുകൊണ്ട് എടുത്തു നോക്കും, കയ്യോട് തൊടാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെയും കൂടി തൊടാൻ പറ്റില്ല. ലീഗ് അത്രയേറെ വർഗീയ തീവ്രതയാണ്, നിങ്ങൾ തൊടാൻ പറ്റൂല. ഈ മൊയ്തു മൗലവി 108 വർഷം ജീവിച്ച് നൂറ്റാണ്ടിന്റെ സാക്ഷി എന്നറിയപ്പെട്ട് മരണപ്പെട്ടു പോയ കോൺഗ്രസ് നേതാവ് ഈ മൊയ്തു മൗലവി പറഞ്ഞു, എന്റെ മയ്യത്തുമ്മ ചവിട്ടിയിട്ടല്ലാതെ ലീഗിനെ ഗവൺമെന്റിൽ എടുക്കാൻ സമ്മതിക്കൂല. PSPയുടെ നേതാക്കന്മാർ പലരും പറഞ്ഞു നോക്കി, മുസ്ലിം ലീഗിനെ ഗവൺമെന്റിൽ എടുക്കാൻ സമ്മതിച്ചില്ല. അവസാനം പറഞ്ഞു, KM സീതി സാഹിബിനെ വേണമെങ്കിൽ സ്പീക്കറാക്കാം. എന്തുകൊണ്ട്? സീതി സാഹിബ് പഴയ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഇവർക്ക് മതേതരത്വം ഉണ്ടാവുന്നത്, അതുകൊണ്ട് മൂപ്പരെടുക്കാൻ. അങ്ങനെ സീതി സാഹിബ് സ്പീക്കറായി. മുസ്ലിം ലീഗിന് ആദ്യമായി കിട്ടിയ അധികാര പദവി സ്പീക്കർ പദവിയാണ്. ഒരു വർഷം കഴിഞ്ഞ് മഹാനായ KM സീതി സാഹിബ് മരണപ്പെട്ടു. പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ CHനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. കോൺഗ്രസ് പാർട്ടി പറഞ്ഞു CHനെ സ്പീക്കറാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? CH മുസ്ലിം ലീഗുകാരനാണ്, ലീഗിൽ പെറ്റു വളർന്ന ആളാണ്, ഇവർ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് CHന് മതേതരത്വത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റിൽ CH വിജയിച്ചു വരാത്തതുകൊണ്ട് പറ്റൂല. അതുകൊണ്ട് CH സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ലീഗ് മെമ്പർഷിപ്പ് രാജിവെക്കണം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ തന്നെ നിഷ്പക്ഷനാണ്. ഇപ്പൊ G കാർത്തിക നമ്മുടെ സ്പീക്കറാണല്ലോ, അദ്ദേഹം KPCC എക്സിക്യൂട്ടീവ് പങ്കെടുക്കൂല, കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കൂല, കോൺഗ്രസിന്റെ ജാതി പോലെ ഭരണഘടനയിൽ അങ്ങനെ ഉണ്ടായിട്ടല്ല, അതതിന്റെ ഒരു ചട്ടവട്ടാണ്. അപ്പൊ സ്പീക്കറായി ആ കസേരയിൽ ഇരുന്നാൽ, സ്പീക്കർക്ക് സത്യപ്രതിജ്ഞ ഒന്നുമില്ല, സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെട്ട ആ കസേരയിൽ ഇരുന്നാൽ ആ നിമിഷം മുതൽ നിഷ്പക്ഷനാണ്. പക്ഷെ അതിന്റെ ഒരു നിമിഷം മുമ്പൻ എന്ത് ചെയ്യണം? ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ് നിഷ്പക്ഷനായിരിക്കണം. അങ്ങനെ സ്വതന്ത്രന്മാരുടെ ബ്ലോക്കിൽ പോയിരുന്നാൽ സ്വതന്ത്ര MLA ആയ CHനെ ഞങ്ങൾ സ്പീക്കറാക്കാം. കാരണം മുസ്ലിം ലീഗ് പേരുണ്ടായതുകൊണ്ട് വർഗീയമാണല്ലോ. മുസ്ലിം ലീഗ് എന്ന് പേരുണ്ടായതുകൊണ്ട് അങ്ങനെ ആവുമോ? പേര് നോക്കിയിട്ട് എന്തെങ്കിലും വർഗീയമാവോ? അങ്ങനെയാണ് എൻ്റെ പേര് മുഹമ്മദ് നൗഷാദ്, ഞാനൊരു വർഗീയ മനുഷ്യനാണ് അതിൻ്റെ അർത്ഥം. ഹൈദർ അലി സാഹിബ് അല്ലേ, അലി ഹൈദർ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിന്റെ പേരല്ല, അപ്പോൾ ഹൈദർ അലിയൊക്കെ ഒരു വർഗീയ മനുഷ്യനാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, എന്തോ ഒരു വലിയ പേര്, അപ്പം വലിയൊരു വർഗീയ മനുഷ്യനാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആ സിംഗ് എന്ന് എന്തുകൊണ്ടാ മൻമോഹൻ്റെ പേരുള്ളൂ? സിംഗ് എന്ന് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരാണ്. ഇതൊരു വർഗീയ മനുഷ്യനാണെന്ന് പറയാൻ പറ്റും. ഇവർ കണ്ടാലും സിംഗ് തന്നെയാണല്ലേ, കേട്ടാൽ മാത്രമല്ല. സിഖ് സമുദായത്തിൻ്റെ എല്ലാ നിബന്ധനകളും അനുസരിച്ച് ജീവിക്കുന്ന മൻമോഹൻ സിംഗ്. അതുകൊണ്ട് സിംഗ് എന്ന് പേരുണ്ട്. EMS നമ്പൂതിരിപ്പാട്, ശങ്കരൻ എന്ന ഹിന്ദു വർഗീയവാദിയും നമ്പൂതിരി എന്ന ജാതി വർഗീയവാദിയ. പേര് പൊത്ത ഹിന്ദു എന്ന് പറഞ്ഞ പത്രമുണ്ട്, ആ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള പത്രം. മലബാർ ക്രിസ്ത്യൻ കോളേജായി ക്രിസ്ത്യാനികളെന്ന് പറയാൻ പറ്റും. പിന്നെ ഇപ്പം അങ്ങനെ പേര് നോക്കിയാൽ ഇപ്പം ആരെല്ലാം പേര് നോക്കണം അല്ലേ? ആരെല്ലാം പേര് നോക്കണം? നമ്മളെ പഴയ ഞാനും ഹൈദരാബാദിലേക്കാണ് വന്നപ്പോൾ പഴയ പഞ്ചായത്ത് മന്ത്രിനെ പറ്റി പറഞ്ഞു, പാലോളി മുഹമ്മദ് കുട്ടി, അള്ളാന്റെ റസൂലിന്റെ പേരല്ലേ. TK ഹംസത്തുൽ ഖറാറിന്റെ പേരാണ്, ഇബ്ലീസിന്റെ ഏർപ്പാടല്ലേ. പിന്നെ ഇപ്പൊ വേറെ നിങ്ങൾക്ക് അറിയണം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള നമ്മളൊപ്പമുള്ള MLA മാരും മന്ത്രിമാരൊക്കെ ഉണ്ട്, ഓലൊക്കെ പേര് റസൂലുള്ളാന്റെ പേരല്ലേ, ഏർപ്പാട് അബൂജാലിന്റെ അല്ലേ. അപ്പൊ ഇതൊന്നും നോക്കിയാല് പേര് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല, പ്രവർത്തനം നോക്കിയിട്ട് തീരുമാനിക്കാം. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പേരുണ്ടായതുകൊണ്ട് ലീഗ് വർഗീയമാവുന്നില്ല. പക്ഷെ ഇവരത് പറഞ്ഞ് മാറ്റി നിർത്തി. CH സ്പീക്കറായി. CH മുഹമ്മദ്, ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച സംഭവം പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞു. CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറായ സന്ദർഭത്തിൽ മഹാനായ CH കേരളത്തിന്റെ സ്പീക്കർ ആവുമ്പോഴാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് 18 ലോക്സഭാ മണ്ഡലമാണ്. PSPയും കോൺഗ്രസും 18 സ്ഥലത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കുറ്റിപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പറയാൻ അങ്ങോട്ടൊന്നും പോണില്ല. ചുരുക്കി പറയാണ്, മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ ലീഗിന് മത്സരിക്കാൻ സീറ്റില്ല. ബാഫക്കി തങ്ങളോട് കോഴിക്കോട് നിന്ന് പത്രക്കാർ വെച്ച് ഇപ്പത്തെ മാറില്ല, ഇപ്പം എന്താ വെച്ചാൽ മിനിറ്റ് വെച്ച് വാർത്ത മാറുകയുള്ളൂ. അതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം. 1.5 മണിക്കൂർ അയാൾ പ്രസംഗിക്കുമ്പോൾ അത് ഇതേമാതിരി ഒരു വീഡിയോയിൽ എടുത്താൽ അതിൻ്റെ ഇടയിൽ നിന്ന് 2 വരി അങ്ങോട്ട് ഒരു വരി ഇങ്ങോട്ട് കൊടുത്തിട്ട് പുതിയ ടെക്നോളജി വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്താണ് കൊടുത്താൽ വിവാദം ഉണ്ടാക്കാൻ അത് മതി. മറ്റത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു പേപ്പർ ഇറങ്ങാം. അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് പിന്നെ അതിന് മറുപടി വേറെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എങ്ങനെയാണെന്നും പറയാനുള്ള അവസരം കൂടി ഇപ്പോൾ കിട്ടൂല. നിമിഷം നേരം കൊണ്ട് ഈ മീഡിയകളുടെ ചർച്ചയാണ്, കൗന്ന് പറഞ്ഞ ചർച്ചകളാണ്, ന്യൂസ് നൈറ്റാണല്ലോ, അന്തിക്കാണ് ഈ പരിപാടിയൊക്കെ. അപ്പോൾ വാർത്ത ഇന്ന് വലിയ വലിയ വിവാദങ്ങളുടെ കീറാമുട്ടിയായ കാലം. അന്ന് അങ്ങനല്ല. ബാഫക്കി തങ്ങൾ പറഞ്ഞു 6:15 വാർത്തയിൽ മുസ്ലിം ലീഗും PSPയും കോൺഗ്രസും ഒരു മുന്നണിയാണ്, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല, ഞങ്ങൾ ആ മുന്നണിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ KPCC പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയില്ല, ഞങ്ങളുടെ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പദം കൂടി ഉപയോഗപ്പെടുത്തി, ഞാനതിപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഇൻഡോർ ക്ലാസ്സുകൾ പറയണ്ട. ബാഫക്കി തങ്ങൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കി. CH മുഹമ്മദ് കോയ സാഹിബിനോട് രാജിവെക്കാൻ പറഞ്ഞു. മഹാനായ CH രാജിവെച്ചിട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ന് CHന് സ്വീകരണം ഉണ്ടായിരുന്നു. CH അന്ന് അവിടെ പ്രസംഗിച്ചു, ഭൂമിയിൽ വേരില്ലാതെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന വിമാനമല്ല ഞാൻ,
എന്റെ നേതാവ് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ആഹ്വാനം കേട്ട് കേരളത്തിൽ 1-ാം നമ്പർ പൗരന്റെ സ്ഥാനം ഒരു പിച്ചളപ്പിന്ന് പോലെ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കേരള നിയമസഭാ അധ്യക്ഷന്റെ ഔദ്യോഗിക വസതിയായ സാനഡു കൊട്ടാരത്തിൽ നിന്നും മുസൽമാന്റെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് മുഹമ്മദ് കോയ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മഹാനായ CH. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് CH മുഹമ്മദ് കോയ സാഹിബ് മത്സരിച്ചു. ഒറ്റക്ക്. കോൺഗ്രസ് വേറെ, ഇടത് CPM CPI ഒക്കെ വേറെ, CPI വേറെ, ഒറ്റക്ക് മത്സരിച്ചു. മുസ്ലിം ലീഗ് കോഴിക്കോട്ട് നിന്ന്, മലപ്പുറത്ത് മഞ്ചേരിന്നല്ല, മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കായികമില്ലെത്തും ഒരു മുന്നണിയില്ല. ഒറ്റക്ക് മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നവർക്ക് അറിയാലോ. മഹാനായ CH കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അഭിവന്ദ്യനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് നിയോജക മണ്ഡലം കാണാതെ വിജയിച്ചു പോയി. എൻ്റെ വാപ്പ പറയാൻ കേട്ടിട്ട് അന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് കായികമില്ലത്ത് വന്നിട്ടില്ല. കായികമില്ലത്തിന് ആരും കണ്ടിട്ടില്ല. കായികമില്ലത്താണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. നേതാക്കന്മാർ, പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാർ വന്നിട്ട് പ്രസംഗിക്കുമത്രേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റായ്ബറേലിയിലെ നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ട് തരുമോ എന്ന് ചോദിച്ച് വോട്ടിന് വേണ്ടി ഇങ്ങനെ ഊരുകൾ തണ്ടി നടക്കുകയാണ്. സതാറയിൽ YB ചവാൻ വോട്ട് തരുമോ അണ്ണ, വോട്ട് തരുമോ അക്ക എന്ന് ചോദിച്ച് വോട്ടിന് വേണ്ടി യാചിച്ച് നടക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ വോട്ട് തരുമോ എന്ന് ചോദിച്ച് ഓരോ വോട്ടിനും വേണ്ടി ദേശീയ നേതാക്കന്മാർ മൊറാർജി ദേശായി താൻ വിജയിക്കില്ലേ എന്ന വേവലാതി കൊണ്ട് വോട്ടിന് വേണ്ടി നിരങ്ങി നീങ്ങുമ്പോൾ ഞങ്ങളുടെ നേതാവ് കായികമില്ലാത്ത മദ്രാശിയിലെ ദയാമൻസിലിൽ വിശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് കമ്പിയടിക്കും, അദ്ദേഹം വരും നിങ്ങളുടെ MP ആയി എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, ഈ മഞ്ചേരിയിൽ അത് പുലർന്നു. ഒറ്റക്ക് മത്സരിച്ചിട്ട് ലോക്സഭയിൽ 2 ആള്. അപ്പോൾ ഇവിടുത്തെ പാർട്ടികൾക്ക് മനസ്സിലായി മുസ്ലിം ലീഗ് ഒരു ശക്തമായ സാന്നിധ്യമാണ്, ഇവരെ കൂട്ടിയാൽ പലതും നടക്കും. EMS നമ്പൂതിരിപ്പാടിന് 2-ാം വട്ടം മുഖ്യമന്ത്രിയാകാൻ ഒരാഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 2 പാർട്ടിയായ സംദർഭം, അതിൻ്റെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടായി, ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത, അതിലേക്കൊന്നും ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഞാൻ പോകുന്നില്ല. 67 കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 7 കക്ഷികളടങ്ങിയ മുന്നണി ഉണ്ടാക്കി, സപ്തകക്ഷി മുന്നണി. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗ് ചേർന്നു. നമ്മൾ ഡിമാൻഡ് വെച്ചു, മുസ്ലിം ലീഗിന് 2 മന്ത്രിമാർ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മലപ്പുറം ജില്ല, മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്, 1921 മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ച് അതിൽ പങ്കെടുത്തവരുടെ ആശ്രിതർക്ക്, പിന്മുറക്കാർക്ക് പെൻഷൻ കൊടുക്കൽ, അതിനെ കേന്ദ്ര പെൻഷനിൽ ഉൾപ്പെടുത്തൽ, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി അധ്യാപകരെ ഭാഷാധ്യാപകരായി അംഗീകരിക്കൽ, പള്ളി ഉണ്ടാക്കാനുള്ള നിയന്ത്രണം എടുത്തു കളയൽ, ഇങ്ങനെയുള്ള മുസ്ലിം ലീഗിന്റെ ഡിമാൻഡുകൾ എഴുതി കൊടുക്കുകയും അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് സപ്തകക്ഷി മുന്നണിയിൽ മത്സരിച്ചു. മുസ്ലിം ലീഗ് അടങ്ങുന്ന സപ്തകക്ഷി മുന്നണി പുറത്ത്. ഒറ്റക്ക് മത്സരിച്ചാൽ കേരളത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞ 2 പാർട്ടികളിൽ ഒന്ന് ഒറ്റക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്ക്, സപ്തകക്ഷി മുന്നണി അപ്പുറത്ത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 110 സീറ്റോടുകൂടി ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് കേരള നിയമസഭയിൽ ഉണ്ടായ അംഗങ്ങളുടെ എണ്ണം 9 ആണ്, 2 അക്കം തന്നില്ല. കെ കരുണാകരൻ ആദ്യമായി പാർട്ടി ലീഡറായത് 9 അംഗ കോൺഗ്രസ് അസംബ്ലി പാർട്ടിയുടേതാണ്. 65 കൊല്ലത്തെ രാഷ്ട്രീയം പറയുമ്പോൾ ഒരു ചരിത്ര വസ്തു പറയണല്ലോ. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയും, ബാപ്പു കുരിക്കൽ പഞ്ചായത്ത് മന്ത്രിയും, MP M ജാഫർ ഖാൻ ഡെപ്യൂട്ടി സ്പീക്കറുമായി. CH വിദ്യാഭ്യാസ മന്ത്രിയായി രാജ്ഭവനിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്ത് അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്ത് കേരളത്തിന്റെ മന്ത്രിയായി അധികാരത്തിന്റെ കടലാസിൽ ഒപ്പുവെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ 9 അംഗ കോൺഗ്രസ് അസംബ്ലി പാർട്ടിയുടെ ലീഡർ കെ കരുണാകരൻ വന്ന് ഹസ്തദാനം കൊടുത്തപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, കോയ സാഹിബ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? ദുര്യോധനന്റെ ചോര കൊണ്ട് പാഞ്ചാലിയുടെ മുടിക്കുത്ത് കെട്ടിയ ഭീമസേനന്റെ ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക് എന്ന് CH പറഞ്ഞു. അത് മനസ്സിലായവർക്ക് അതിന്റെ സാഗരാർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. ആ ഗവൺമെന്റിന്റെ കാലത്താണ് മലപ്പുറം ജില്ല നമ്മൾ ആ ഗവൺമെന്റിൽ വെച്ച ഡിമാൻഡ് വെച്ചിട്ട് വാങ്ങുന്നത്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ, പൊന്നാനി, തിരൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് ഈ പ്രദേശം ഒരു ജില്ല. എന്തുകൊണ്ടാണ്? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ, ദേശസ്നേഹപരമായ കാരണങ്ങളാൽ പിന്നോക്കം പോയാലാണ്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു സമുദായം എന്ന നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം സമുദായം മാത്രമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ സമുദായം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ശ്രീനാരായണ ഗുരുജി കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ അഗ്രഗണനീയനാണ് ശ്രീനാരായണ ഗുരുജി. ഗുരുജിയെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുജിയുടെ സംഘം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ബ്രിട്ടീഷ് സമുദായത്തെ എതിർത്തിട്ടില്ല. അവരുടെ കാരണം പോരായിരുന്നു, ആ കാരണം ശരിയുമായിരുന്നു. ഞാൻ അതിലേക്ക് പോവല്ല, അത് വിവാദമാക്കേണ്ട കാര്യമല്ല. NSSന്റെ സമുദായം ആരെങ്കിലും ഒറ്റയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ സംഘടന സമുദായം എന്നുള്ളതിൽ അവർ പങ്കെടുത്തിട്ടില്ല. മുസ്ലിം സമുദായം മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജമാഅത്തേർ മലബാർ വികസനത്തിന്റെ കണക്ക് ചോദിക്കുന്നു എന്ന് പറയല്ലോ. അവിടെ മഹാരാജാവിന്റെ മാർത്താണ്ഡവർമ്മയുടെ
ശ്രീമൂലം തിരുനാളിന്റെ സ്വാതി തിരുനാളിന്റെ ഭരണത്തിൽ ആ മഹാരാജാവിന്റെ അധികാരത്തിൽ ബ്രിട്ടീഷുകാരനായ റെസിഡന്റിനെ കൊട്ടാരത്തിൽ താമസിപ്പിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങിയെടുത്ത് മെഡിക്കൽ കോളേജും SAT കോളേജും വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ആശുപത്രിയും യൂണിവേഴ്സിറ്റിയും ഒക്കെ നേടുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആൾത്താരയിൽ ജീവിതം ഹോമിച്ച ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ജനതയുടെ വികസനത്തിന്, പുരോഗതിക്ക് പാലക്കാട്ടെയും കോഴിക്കോട്ടെയും കലക്ട്രേറ്റുകളിലേക്ക് തെണ്ടിപ്പോകേണ്ടവരല്ല. ഈ മാപ്പിള നാടിന്റെ ഹൃദയഭൂമിയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് വെള്ളപ്പട്ടാളം പീരങ്കി വെച്ച് കരൾ ചോര ചിന്തി തകർത്ത് കളഞ്ഞ മലപ്പുറത്തിന്റെ സിരാ കേന്ദ്രത്തിൽ ഒരു ജില്ല നമ്മുടെ ആവശ്യമായിരുന്നു. നേരത്തെ കുറ്റിപ്പുറം പാലം പറഞ്ഞു വരണേ, മലപ്പുറം ജില്ല കാക്കി ട്രൗസർ ഇട്ടിട്ട് ബജ്രംഗളിന്റെ പ്രവർത്തകന്മാർ, ശിവസേനക്കാർ, RSSകാർ ഉത്തരേന്ത്യയിൽ നിന്ന് കൂലം കുത്തിങ്ങോട്ട് കേളപ്പന്റെ നേതൃത്വത്തിൽ സമരം. അടൽ ബിഹാരി വാജ്പേയി വന്ന് മലപ്പുറത്ത് ജില്ല കൊടുക്കാൻ പാടില്ല. പാകിസ്ഥാന്റെ 7ാം നാവികപ്പട പരപ്പനങ്ങാടി കടപ്പുറത്ത് വന്ന് നങ്കൂരയിടും. ആ പാകിസ്ഥാന്റെ 7ാം നാവികപ്പടയിൽ നിന്ന് പട്ടാളക്കാർ പരപ്പനങ്ങാടിയുടെ മണൽപ്പരപ്പിലൂടെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇത് പാണക്കാട്ടെ തങ്ങൾ രാഷ്ട്രപതിയായ ഒരു മലബാർസ്ഥാനായി മാറുന്നു. മഹാനായ CH എന്ന് പറഞ്ഞു, പാകിസ്ഥാന്റെ 7ാം നാവികപ്പട പരപ്പനങ്ങാടി കടപ്പുറത്ത് വരുമ്പോൾ അവരെ തുരത്താൻ കഴിയാത്ത ചോറ്റുപട്ടാളമാണ് ഇന്ത്യൻ മിലിറ്ററി എങ്കിൽ പിരിച്ചുവിടവരെ. വെള്ളപ്പട്ടാളത്തിന്റെയും കുതിരപ്പട്ടാളത്തിന്റെയും തീ തുപ്പുന്ന പീരങ്കിക്കുമ്പിൽ വിരിമാറ് കാണിച്ചു കൊടുത്ത മലബാറിലെ മാപ്പിള സമൂഹം പാകിസ്ഥാൻ പടയെ തുരത്തി ഇന്ത്യയുടെ അഭിമാനം കാക്കും എന്നു CH പറഞ്ഞു. പാകിസ്ഥാന്റെ പട്ടാളം വരുമല്ലോ മലപ്പുറം ജില്ല വന്നാലേ. ആലോചിച്ചൊക്കെ, മലപ്പുറം ജില്ല ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ. പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം വന്ന എങ്ങനെ? സിഖുകാർക്ക് വേണ്ടിയിട്ടാ, സിഖ് മതക്കാർക്ക് വേണ്ടി. ആരെങ്കിലും പറഞ്ഞോ സിഖ് മതക്കാർക്ക് ഒരു സംസ്ഥാനം? പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ഹിന്ദുക്കൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഹരിയാന എന്ന് പറഞ്ഞ സംസ്ഥാനം ഹിന്ദുക്കൾ കണ്ടുകൊടുത്തു. പഞ്ചാബ് എന്ന് പറഞ്ഞ സിഖുകാരന് കൊടുത്തു. അവിടുത്തെ ഹിന്ദുക്കൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വേറെ സംസ്ഥാനം ഉണ്ടാക്കി, ഹരിയാന. അപ്പോൾ 2 സംസ്ഥാനത്തിലുള്ള കോപ്പില്ലാത്തതുകൊണ്ട് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനം ഒന്നാണ് ചണ്ഡീഗഡ്. കുട്ടികൾ സ്കൂളിൽ പഠിക്കണില്ലേ? പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്, ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹരിയാനക്കും പഞ്ചാബിനും കൂടി ഒറ്റ ഹൈക്കോടതിയുള്ളൂ. ഹരിയാന ചണ്ഡീഗഡ് ഹൈക്കോടതി, ഹരിയാനക്കും പഞ്ചാബിന്റെയും സെക്രട്ടേറിയറ്റ് ചണ്ഡീഗഡിലാണ്. ഇത് 2 സമുദായങ്ങൾക്ക് വേണ്ടി. പക്ഷെ മലപ്പുറം അങ്ങനത്തെ ആവശ്യം കൂടിയല്ല, വികസനത്തിന് വേണ്ടിയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. പക്ഷെ അതിനെതിർത്തു. RSSന്റെ എതിർപ്പ് മാത്രമല്ല ഉണ്ടായത്, ശിവസേനയുടെയും ബജ്രംഗളുടെ എതിർപ്പ് മാത്രമല്ല ഉണ്ടായത്. ഖദർ ധരിച്ചിട്ട് ഇന്ത്യൻ ദേശീയതയുടെ പതാക തോളിൽ വെച്ച് ഈ മലപ്പുറം ജില്ലക്കെതിരെ പദയാത്ര നടത്തി. മലപ്പുറം ജില്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത്. ആ മലപ്പുറം ജില്ലയുടെ പ്രാതിനിധ്യത്തിന്റെ പേരിൽ ക്യാബിനറ്റിൽ കയറിയിരിക്കാൻ നാളല്ലേ ഇപ്പോൾ ഈ ജില്ലയുടെ ഞങ്ങളുണ്ടാക്കിയ ജില്ല ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊക്കെ മന്ത്രിമാരായത്, അല്ലെങ്കിൽ ആവൂല. ആ ജില്ലയുടെ പ്രാതിനിധ്യത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല ഉണ്ടാക്കിയ പാത കിടക്കണം. നിങ്ങൾ നോക്കി, ഇന്ന് മുസ്ലിം ലീഗ് ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ ഈ രാജ്യത്തിലെ ലീഗിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോടൊരു ചെറിയ അഭ്യർത്ഥന നടത്തട്ടെ. മലപ്പുറം ജില്ല ഇന്ന് ലോകത്തെ ഏറ്റവും അധികം മതസൗഹാർദ്ദമുള്ള, മതേതരത്വത്തിന്റെ സ്നേഹ പൊയ്കയായി നിൽക്കുന്നില്ലേ? എവിടെയായിരുന്നു വിശാരദന്മാരെ, കണക്ക് കൂട്ടിയ വലിയ കണിയാന്മാരെ? നിങ്ങളുടെ ആ കണക്കുകൾ എവിടെ? നിങ്ങൾ അന്ന് പദയാത്ര നടത്തി ക്ഷീണിച്ച് കരിക്കും വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് പോയി എന്നല്ലാതെ എന്ത് സംഭവിച്ചു? ഇവിടെ 92 ഡിസംബർ 6 അയോധ്യയിൽ 450 കൊല്ലം ഹയ്യാല സ്വലാത്ത് എന്ന നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച പള്ളി അള്ളാഹുവിന്റെ മസ്ജിദ് ഇടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ താൽക്കാലിക ക്ഷേത്രമുണ്ടാക്കി ആരാധന നടത്തുന്ന ഘട്ടത്തിൽ ICS അബ്ദുൽ നാസർ മഅദനി ജിഹാദ് വിളിച്ച് കടന്നു വന്നപ്പോ ഞങ്ങളുടെ പ്രിയങ്കരനായ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് കരള് പറിച്ചെടുക്കുന്ന വേദനയോടുകൂടി ഞങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞു നടന്നപ്പോ NDF-കാരനും ഇവിടെ ISS-കാരനും വർഗീയ കോമരങ്ങൾ മുടിയഴിച്ചാടിയപ്പോ അരുത് എന്ന് പറഞ്ഞ് ഈ സ്നേഹപ്പൊയ്കയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. നിങ്ങൾ എന്തേ പറഞ്ഞ് 68-ൽ ഈ ജില്ല ഉണ്ടാകുമ്പോ ഈ ജില്ല മാപ്പിളസ്ഥാനാകുമെന്ന് പറഞ്ഞു. ഈ ജില്ല നിങ്ങൾക്കറിയോ, മുസ്ലിം ലീഗ് ഈ ജില്ലയിലാണ് ഇന്നും ഏറെ സന്തോഷത്തോടു കൂടി ഹൈന്ദവ സമൂഹം ജീവിക്കുന്നത്. തിരുവനന്തപുരത്ത് 14 ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫറായി പോകാറുണ്ട്. 3 കൊല്ലം ജോലി ചെയ്താൽ അവിടുന്ന് തടിയെടുക്കുകയാണ്. ഇവിടെ ലുക്മാൻ ഇരിക്കുന്നുണ്ടല്ലോ, മലപ്പുറത്താ ലുക്മാൻ ജോലിയാണ്. നിങ്ങൾക്കറിയാം, മലപ്പുറത്ത് കലക്ട്രേറ്റിൽ ജോലിക്ക് വന്ന ഒരൊറ്റ തെക്കൻ തിരുവിതാംകൂറുകാരനായ അന്യ സമുദായക്കാരനും ഇവിടെ നിന്നാണ് പോകില്ല. 3 കൊല്ലം കഴിഞ്ഞാൽ 5 സെന്റ് വാങ്ങിയിട്ടേ
ഞാനിവിടെ അങ്ങോട്ട് കൂടണം എന്ന് വെച്ചു എന്ന് പറഞ്ഞു. അമ്മയെയും അച്ഛനെയും കൊണ്ടുവന്നു. അവസാനം ഈ മണ്ണിൽ അങ്ങ് അടക്കണം എന്നാണ് ആഗ്രഹം എന്നാണ്. എന്തേ അങ്ങനെ ഒരു ആഗ്രഹം? നിഷ്കളങ്കമായ സ്നേഹം, നിഷ്കപടമായ സഹകരണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന ഖാത്തിമുൽ അംബിയ നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. മുസ്ലിം ലീഗ് മതേതരായത് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. മുസ്ലിം ലീഗ് വർഗീയതയും തീവ്രവാദത്തെയും എതിർക്കുന്നത് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ബഡുക്കൂസിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ദീന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാവരും ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കളാണ്. അതിനെക്കാട്ടിലും വലിയ സോഷ്യലിസം ഉണ്ടോ? എല്ലാവരും നമ്മളൊക്കെ ചോര ഒന്നാണ്. അഹമ്മദിന്റെയും ഔസേപ്പിന്റെയും അറമുഖന്റെയും ഒക്കെ ചോര ഒന്നാണ്. എല്ലാവരുടെയും ബാപ്പ ഒന്നാണ്. അബൂന അബൂക്കും വാഹിദ്. ലാ ഫളലി അറബിയൻ വലാ ജമിയൻ വലാ അബിയൻ വലാ അസ്വദൻ ഇല്ലാ ബിത്തഖ്വ. അറബിക്ക് അനറബിയേക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മണ്ണാണ് മക്കയിലെ മണ്ണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരമ്പര നിൽക്കുന്ന മണ്ണാണ് മക്കയുടെ മണ്ണ്. അതുകൊണ്ട് ഞങ്ങൾ അറബികളാണ്. ഞങ്ങൾ അറബികളായതുകൊണ്ട് ഞങ്ങൾക്ക്